കുമ്പള മൈമുൺ നഗറിലെ ഗൾഫുകാരൻ മുനീറിന്റെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. വീട്ടിൽ നിന്നും 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 3000 രൂപയും കവർ ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ 3:30 മണിക്കാണ് സംഭവമെന്ന് സംശയിക്കുന്നു. ശബ്ദം കേട്ടുകൊണ്ടുവന്ന മുനീറിന്റെ ഭാര്യ അറഫാനയെ മർദ്ദിച്ച് അടിച്ചു വീഴ്ത്തി. ടെറസിൽ കയറി അലുമിനിയം വാതിലും അകത്തെ മറ്റൊരു വാതിലും തുറന്ന് സ്റ്റെയർ കേസിലൂടെ ഇറങ്ങി താഴ്ത്ത നിലയിലെത്തിയതായാണ് സംശയം. എന്നാൽ വാതിൽ പൊളിച്ചിട്ടില്ല. അലമാരയും കുത്തി തുറന്നിട്ടില്ല. ഒരു കമ്പി കഷ്ണം അലമാരക്കെടുത്ത് വീണ് കിടപ്പുണ്ട്. കമ്പി ഉപയോഗിച്ചായിരിക്കാം വാതിലും അലമാരയും തുറന്നതെന്നാണ് സംശയിക്കുന്നത്. 2ൽ കൂടുതൽ പേർ കവർച്ചയ്ക്കെത്തിയിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ചുമലിൽ ചവിട്ടി നിന്നായിരിക്കണം ടെറസിൽ കയറിയതെന്നാണ് സംശയിക്കുന്നത്. ഡിവൈഎസ്പി ടി പി രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുമ്പള സി KP സുരേഷ് ബാബു അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ചു. വിരലടയാളങ്ങൾ പരിശോധിച്ചു വരികയാണ്. മാല, അരഞ്ഞാണം, മോതിരം എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കാസർഗോഡ് പള്ളത്തെ ഒരു വീട്ടിലും മോഷണമുണ്ടായി. പള്ളത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ സക്രിയ മൻസിലെ മനാഫിന്റെ വീട്ടിലായിരുന്നു മോഷണം. മുൻവശത്തെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. സ്വർണ്ണാഭരണങ്ങൾ എന്ന് കരുതി കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച മുക്കുപണ്ടവും മുൻവശത്തെ മുറിയിൽ സൂക്ഷിച്ച മൊബൈൽ ഫോണുമാണ് മോഷ്ടിച്ചത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവമെന്ന് സംശയിക്കുന്നു. ശബ്ദം കേട്ട് മനാഫ് ഉണർന്നപ്പോൾ മോഷ്ടാവ് മുൻവശത്തെ വാതിൽ കൂടി ഓടി രക്ഷപ്പെട്ടു. വാതിൽ കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര പുറത്ത് ഉപേക്ഷിച്ചതായും കണ്ടെത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലബാർ എക്സ്പ്രസിലും കവർച്ചയുണ്ടായി. നീലീശ്വരം വെള്ളരിക്കുണ്ട് സ്വദേശി ഹരിപ്രസാദിന്റെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗാണ് തട്ടിപ്പറിച്ചത്. തിങ്കളാഴ്ച രാവിലെ 5 മണിയോടെ തീവണ്ടി കോഴിക്കോട് എത്തിയപ്പോഴായിരുന്നു വിവരമറിയുന്നത്. കുടുംബസമേതം ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു വരികയായിരുന്നു. റിസർവേഷൻ കോച്ചിൽ കിടന്നുറങ്ങുന്നതിനിടയിലായിരുന്നു സംഭവമെന്ന് കരുതുന്നു. ഹരിപ്രസാദ് കോഴിക്കോട് റെയിൽവേ പോലീസിൽ പരാതി നൽകി. തീവണ്ടി യാത്രക്കാരെ കവർ ചെയ്യുന്ന സംഘം പതിവായിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം.